ദൈവത്തെ ആരെങ്കിലും മോഹിക്കോ? ആരാധിക്കില്ലേ ഉള്ളൂ. ദൈവത്തെ ആരും മോഹിക്കണ്ട. പച്ചയായൊരു മനുഷ്യനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്താ? ഏയ് ഒന്നുമില്ല. സത്യത്തില് എന്തിനാ ഇവിടെ വന്നത്? മനയിൽ നിന്ന് കുഴമ്പും തൈലം കൊണ്ടുവന്നതാ. കുട്ടിയും കൂടെ വന്നത് നന്നായി. അന്നിവിടെ വന്നപ്പോ മുമ്പ് പരിചയമുള്ള ഒരു സ്ത്രീയെ കണ്ടിട്ട് പോയത് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ച മുത്തശ്ശിയല്ലേ? ആ അവര് തന്നെ. കുട്ടി പോയതിനു ശേഷം സദാസമയവും കരച്ചില് തന്നെ. എന്നു മാത്രമല്ല ഭക്ഷണവും കഴിക്കാതായി. എന്നെ ദിവസവും 2-3 നേരം വന്ന് കാണും. കുട്ടി വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഞാൻ ആ മുത്തശ്ശി ഒന്ന് കണ്ടോട്ടെ. ആ കുട്ടി വരും. ആ വന്നോളൂ. അതൊക്കെ എടുത്ത് അകത്തേക്ക് വെച്ചോളൂ. എന്നും വയ്ക്കുന്നിടത്ത് വെച്ചാൽ മതി. അതുകൂടി അങ്ങോട്ട് ചെന്നോളൂ. ആ വന്നോളൂ. മുത്തശ്ശി, മോളെ, മോള് വന്നോ? എത്ര ദിവസമായി മുത്തശ്ശി കാത്തിരിക്കുന്നു. മുത്തശ്ശി ഒന്നും കഴിക്കാറില്ലേ? വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. മോള് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. മോള് മുത്തശ്ശിയെ കൊണ്ടുപോവില്ലേ? എന്റെ ഗൗരിമോള് വന്ന് കൊണ്ടുപോകുന്ന ഇവിടെ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ബാഗും തയ്യാറാക്കി വെച്ചിരിക്കുക. എന്നെ മോളുടെ കൂടെ കൊണ്ടുപോവില്ലേ? മുത്തശ്ശിയെ ഞാൻ കൊണ്ടുപോവാം. പക്ഷെ ഇപ്പൊ പറ്റില്ല മുത്തശ്ശി. എന്റെ ചേച്ചിയുടെ ചികിത്സ നടക്കാം. അവിടേക്ക് ഞാൻ എങ്ങനെ മുത്തശ്ശിയെ കൊണ്ടുപോവാ? വലിയൊരു കുടുംബം എനിക്കുണ്ടായിരുന്നു മോളെ. മോളെ കണ്ടതിന് ശേഷമാ ഞാൻ അതൊക്കെ ഓർക്കാൻ തുടങ്ങിയത്. 2 ആൺമക്കളും 1 മോളുമായിരുന്നു എനിക്ക്. അവർക്കൊക്കെ എന്താ പറ്റിയെന്ന് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല മോളെ. മോളെ കണ്ടപ്പോ എന്റെ സ്വന്തം മോള് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. മോൾക്ക് മുത്തശ്ശി ഒരു ശല്യവും ചെയ്യില്ല. ഇനി മോളെ കാണാതെ കഴിയാൻ വയ്യാഞ്ഞിട്ട. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചത് അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വബോധം തിരിച്ചു വന്നതുപോലെയുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളൊന്ന് പറഞ്ഞതാ. കുട്ടി കൊണ്ടുപോകാനാണെങ്കിൽ ഇവിടെ ചില നടപടിക്രമങ്ങളുണ്ട്. പിന്നെ മനയിലേക്കാണ് മുത്തശ്ശിയെ കൊണ്ടുപോകേണ്ടത്. അത് മുത്തശ്ശനോട് ഞാൻ സംസാരിച്ചോളാം. ലച്ചുവിൻ്റെ അച്ഛനും അമ്മയും എന്തു പറയുമെന്ന് ആദ്യം അറിയട്ടെ. ഒരുപാട് കാലം മുത്തശ്ശി ജീവിച്ചു. ഒരുപാട് ജീവിതം കണ്ടു. മോളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് കണ്ടിട്ട് വേണം സമാധാനായി മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാൻ.
മുത്തശ്ശി ഉപേക്ഷിച്ചു പോവല്ലേ മോളെ. മുത്തശ്ശി എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാനാവും? മുത്തശ്ശി ഞാൻ കൂടെ കൊണ്ടുപോവാം. പക്ഷെ അതിന് ചില നടപടികളൊക്കെയുണ്ട്. അതുവരെ മുത്തശ്ശി ഇവിടെ നിൽക്കണം. മോളെന്നെ ആശ്വസിപ്പിച്ചിട്ട് പോവാണോ? ഒരിക്കലുമില്ല. നാളെ വന്ന് മുത്തശ്ശിയെ ഞാൻ എന്റെ കൂടെ മനയിലേക്ക് കൊണ്ടുപോവാം. എന്താ സന്തോഷായില്ലേ? മുത്തശ്ശി കാത്തിരിക്കും. ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. മോളെ ഗൗരിനന്ദനെ, മുത്തശ്ശി, ഗൗരി നന്ദിനിയോ? ആരാ മുത്തശ്ശി അത്? എന്റെ മോളുടെ പേരാ അത്. മുത്തശ്ശിയുടെ പേര് ഓർമ്മയുണ്ടോ? മുത്തശ്ശിയുടെ തറവാട്ട് പേരെന്താ? അത് അത് മംഗലം, മാണിക്യമംഗലം. അത് തന്നെ, മാണിക്യമംഗലം. മഹാദേവൻ തമ്പി, അതാ എന്റെ ഭർത്താവിന്റെ പേര്. ഈശ്വരാ, ദക്ഷയുടെ അമ്മ. ആൺമക്കളോ? അത് ഗിരിമോനും ഗൗതം മോനും. ഡോക്ടർ, എനിക്ക് മുത്തശ്ശി ഇന്ന് എന്നെ കൂടെ കൊണ്ടുപോകണം. നാളത്തേക്ക് വൈകാൻ പാടില്ല. ഇതിനിടയിൽ എന്താ ലച്ചു സംഭവിച്ചത്? ഡോക്ടർ വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. വരൂ. കേട്ടോ പണിക്കർ സാറേ, മെഹന്തി നോർത്ത് ഇന്ത്യയിൽ ഇതുപോലൊരു ചെറിയ ചടങ്ങല്ല, അവിടെ ഒരു ഉത്സവമാ. ആ, ഇപ്പോ ഇവിടെ പലയിടത്തും ഇതൊരു ചടങ്ങായി നടത്തുന്നുണ്ട്. ഹൽദി പോലെ ഈ ചടങ്ങും ആഘോഷിക്കണമെന്നായിരുന്നു വർമ്മ സാറിന്റെ ആഗ്രഹം. ഞാനും മോളുവാ വീട്ടിൽ വെച്ച് ലളിതമായി മതിയെന്ന് പറഞ്ഞത്. മൈലാഞ്ചി കല്യാണത്തിന് അതിന്റെ ആവശ്യമുള്ളൂ. കല്യാണം വരാൻ പോകുന്നില്ലേ ഉള്ളൂ. അതെ, കല്യാണമല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്. ഞങ്ങളുടെ ലൈഫിൽ അതിനേക്കാൾ വലിയൊരു ദിവസം വേറെ ഏതുണ്ട്? കല്യാണം കഴിഞ്ഞ ഉടൻ നിങ്ങൾ മടങ്ങി പോവോ? അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് പറ്റുമോ? വർമ്മ സാർ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാം ഒന്നിച്ചു മുംബൈക്ക് പോണോന്ന്. അയ്യോ, ഞങ്ങളെല്ലാരും കൂടി എന്തിനാ വരുന്നത്? അവിടെയല്ലേ ശരിക്കുള്ള പാർട്ടി നടക്കുന്നത്. അതിന് നിങ്ങളും വേണം. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം ഇനിയുള്ളത്? കുറച്ചു ദിവസം ഞങ്ങളുടെ ഗസ്റ്റുകളായിട്ട് അവിടെ താമസിച്ചിട്ട് മടങ്ങി വന്നാൽ മതി. ഞങ്ങളുടെ മകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നതോടെ രണ്ട് ഫാമിലിയും ഒന്നാകുകയാണ്. ഗസ്റ്റുകളായിട്ടല്ല, റിലേറ്റീവ്സ് ആയിട്ട്. ആ, അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. ബന്ധങ്ങൾ ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയല്ലേ. കാലം കുറച്ച് വൈകിപ്പോയെന്നേ ഉള്ളൂ, അല്ലേ ഏട്ടാ? അതെ, കാലങ്ങൾ വൈകുമ്പോ കുറച്ച് നഷ്ടങ്ങളും അതുപോലെ കുറച്ച് നേട്ടങ്ങളും ഉണ്ടാവും.
ഇനി ആരും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ തലമുറയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചു പോട്ടെ. അതല്ലേ ദിനേശ ശരി. ഇപ്പൊ എല്ലാം ഒരു വാക്കിന്റെ പുറത്തല്ലേ പോകുന്നത്. താലികെട്ട് കഴിയുമ്പോഴല്ലേ ബന്ധം ഉണ്ടാവുന്നുള്ളൂ. ഞാൻ അങ്ങനെ കരുതുന്നത്. അടിയൊഴുക്കുകൾ സംഭവിക്കാമെന്ന ഇവൻ പറയുന്നതിന്റെ പൊരുൾ. ലക്ഷ്മിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ഇവൻ. അല്ല, അതെന്താ പണിക്കർ സാറേ ഇയാളെന്തോ ദുസൂചന വെച്ച് പറഞ്ഞത്? നമ്മൾ കൂടിച്ചേർന്നൊരു തീരുമാനം എടുത്താ അത് നടത്താൻ കഴിയുമെന്നല്ലേ കരുതേണ്ടത്? അയ്യോ, ദിനേശൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല ഗൗരി. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. നീ ഒന്ന് വായടക്ക് ദിനേശ. എന്തെങ്കിലും പറഞ്ഞ് ശ്രദ്ധ പിടിക്കാനായി സ്ഥാനത്തും അസ്ഥാനത്തും കയറി ഓരോന്ന് പറയും. എന്താ ശരിക്കും ഇയാൾ ചെയ്യുന്നത്? ഞാൻ ഞങ്ങളുടെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ശുഭാപ്തി വിശ്വാസമാണ് ഓരോ മനുഷ്യന്റെയും മൂലധനം. അതറിയില്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചോ. ചന്ദ്രവർമ്മ ഒന്ന് മനസ്സിൽ കുറിച്ചാൽ അത് നടന്നതിന് തുല്യമാണ്. ഇപ്പൊ സംശയം മാറിയല്ലോ. ആ മല്ലികെ, നീ മോള് റെഡിയായി ഒന്ന് നോക്കി. കാവേരി, നീയും കൂടി വാ. സഞ്ജു എന്താ മിണ്ടാതിരിക്കുന്നത്? അല്ല, മുതിർന്നവർ സംസാരിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാങ്ങളെ? കേട്ടിരിക്കുന്നു, അത്ര തന്നെ. അഭിപ്രായം എവിടെയും പറയണം. അത് പറയാതിരുന്നിട്ട് ഞാൻ അങ്ങനെയല്ല കരുതിയതെന്ന് നാളെ പറയരുത്. സഞ്ജുവിനെ എൻ്റെ മരുമകനായിട്ടല്ല ഞാൻ കരുതുന്നത്, ചന്ദ്രവർമ്മയുടെ പകരക്കാരനായിട്ടാണ്. ആഗ്രേയ ഗ്രൂപ്പ്സിനെ ഞാൻ എത്തിച്ചതിൻ്റെ 2 ഇരട്ടി മുകളിലെത്തിക്കാൻ സഞ്ജുവിന് കഴിയും. ആ, എന്നാ ചടങ്ങ് തുടങ്ങാം. ഞാൻ മോളെയും കൂട്ടി വരാം. ശരിയെന്നാ. ആ, ചെല്ല് ചെല്ല്. എങ്ങനെയുണ്ട് അപ്പച്ചി? സുന്ദരിയായിട്ടുണ്ട്. സഞ്ജു ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതുമായിട്ട് മാച്ച് ആവില്ലേ അപ്പച്ചി? തീർച്ചയായിട്ടും മാച്ച് ആവും. ദേ, താഴോട്ട് പോകാൻ സമയമായോന്നറിയില്ല. മല്ലികേന്റെ എന്തിനാ തിടുക്കം കാട്ടുന്നത്? ആ ദേ, അമ്മ വന്നു. ആഹാ, അമ്മയുടെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. ബ്യൂട്ടീഷ്യൻ വേണ്ടെന്ന് മല്ലിക പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഹെയർ സ്റ്റൈല് നന്നായിട്ടുണ്ട്. അതെ, എന്റെ കഴിവല്ല, കാവേരിയുടേതാ. ആഹാ, നന്നായിട്ടുണ്ട് കാവേരി. ആരെയും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുന്നതല്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ല മനസ്സുള്ളത് കാവേരിക്ക്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ദിനേശിനെ പോലെയുള്ള ഒരാളെ സ്നേഹിക്കാൻ കഴിയുന്നത്. അല്ല, ഭർത്താവിനെ കുറ്റം പറയുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ കഴിയില്ലെന്നറിയാം. എന്തായാലും എന്റെ മോളുടെ ഏറ്റവും നല്ല ചടങ്ങിനിടയില് കാവേരി കാത്തിരുന്ന സന്തോഷ വാർത്ത ദൈവം അറിയിച്ചു തന്നത്. അത് സന്തോഷമുള്ള കാര്യം തന്നെയാ. വിവാഹത്തിന് മുൻപ് ഇവളെ ഞാൻ വീഴ്ത്തിയിരിക്കും. നീ ആരാന്ന് എനിക്ക് അറിയില്ലേ ഗൗരി? അല്ല, മെഹന്തി ആർട്ടിസ്റ്റ് എവിടെ? ഞാൻ കരുതി അവരിവിടെ ഉണ്ടാവുമെന്ന്. അവരെ താഴെ റൂമിലിരുത്തിയിട്ടുണ്ട്. ആ, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. വാ മോളെ. വാ.
ഇനിയിപ്പോ നമുക്ക് ചടങ്ങ് തുടങ്ങാമല്ലേ? കണ്ണിൻ ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ ഒരു കൊട്ട സഞ്ജു, സഞ്ജു ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ എനിക്കിവിടെ നിൽക്കാൻ പാടില്ലെന്നുണ്ടോ? എങ്കിൽ ഞാൻ പോയേക്കാം. എന്തിനാ സഞ്ജു ഇപ്പോഴിങ്ങനെ വിരോധം വെച്ച് എന്നോട് പെരുമാറുന്നേ? നിനക്ക് വേണ്ടത് എന്താ? ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അത് നിന്റെ ഒരു വെല്ലുവിളിയായിരുന്നു. നീ അതിൽ ജയിക്കാൻ പോകുന്നു. ജീവിതത്തെ പറ്റി മാത്രം നീ ചിന്തിക്കുന്നില്ല. സഞ്ജുവിന്റെ കൂടെ ഒരു ജീവിതം തന്നെയാ എന്തിനേക്കാളും വലുതായി ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും സ്വാതിയെ തള്ളി മാറ്റി ആ സ്ഥാനത്ത് കടന്നു കയറാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സ്വാതി സ്വമനസാലെ സഞ്ജുവിനെ എനിക്ക് വിട്ടുതരുമെന്ന് മാത്രമേ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എന്നെ ഈ വിഷയം പറയാൻ മംഗലശ്ശേരിയിലേക്ക് വിളിച്ചത്. അപ്പൊ സഞ്ജു എന്നെ നാണം കെടുത്തി വിട്ടു. സഞ്ജു ഇനി എത്ര തന്നെ ശ്രമിച്ചാലും സ്വാതിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞാൽ പോലും നിങ്ങൾ തമ്മിലൊരു വിവാഹം ഉണ്ടാവില്ല. നീ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതിക്കൊരു മാറ്റം വന്നാ അവൾ എന്നെ വിട്ടു പോവില്ല. അത് സഞ്ജുവിന്റെ സ്വപ്നം മാത്രം. വിവാഹത്തിന് ഇനി അധികം നാളൊന്നുമില്ല. സ്വാതി സഞ്ജുവിനെ ആവശ്യപ്പെട്ട് വരുന്നെങ്കിൽ അത് കതിർ മണ്ഡപത്തിലേക്കാവും. അവള് വന്നാ നീ എന്ത് ചെയ്യും? സ്വാതിയെ ഇപ്പൊ മാലാഖയായി പറയുന്ന നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇവൻ ഇപ്പോഴും ജീവിക്കുന്നത് ആ പെണ്ണിനെ ഓർത്ത് തന്നെയാ. അങ്ങനെ സ്വാതി താലികെട്ടിന് ഒരു നിമിഷം മുൻപെങ്കിലും കതിർ മണ്ഡപത്തിലേക്ക് വന്ന അമ്മുവിന് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നമ്മൾ തമ്മിലുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ പിന്തിരിയുക തന്നെ ചെയ്യും. ഇനി സഞ്ജു എനിക്കൊരു വാക്ക് തരണം. സ്വാതി വന്നില്ലെങ്കിൽ എന്നെ ഭാര്യയായി അംഗീകരിച്ച് എന്റെ കൂടെ ജീവിക്കാൻ ഒരു മനസ്സുണ്ടാവുമെന്ന് ഇവിടെ വെച്ച് പറയണം. സ്വാതി വന്നില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും.
പിന്നെ ഒരുമിച്ചുള്ള ജീവിതത്തെപ്പറ്റി നിനക്ക് തന്നെ മനസ്സിലാവൂ. മനസ്സിലായില്ല. താലി കെട്ടിക്കഴിഞ്ഞ ഞാൻ നിന്റെ ഭർത്താവായി കഴിഞ്ഞില്ലേ? നിന്റെ കളിപ്പാവ. സ്വാതി പറയുന്നതിനല്ല വില കൽപ്പിക്കേണ്ടത്. അമ്മുവിന്റെ തീരുമാനങ്ങളാ എന്നെ ഭയപ്പെടുത്തുന്നത്. സഞ്ജു അമ്മുവിനെ പോലും അനുസരിക്കുന്നതിൽ കാര്യങ്ങൾ ചെന്ന് എത്തി നിൽക്കുന്നു. നമ്പീസിനെ ഇത് എത്ര നേരമായി വിളിക്കുന്നു. ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്തെടുക്കുക? വർമ്മ സാർ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതല്ലേ മാഡം, അതിനുവേണ്ടിയുള്ള ഓട്ടോ ആയിരിക്കും. ആ സഞ്ജന എന്താ നിന്നോട് പറഞ്ഞത്? തുടക്കത്തിലെ സംസാരമൊന്നും ഞാൻ കേട്ടില്ല. ഈ വിവാഹം നടക്കില്ല എന്ന തോന്നൽ അവൾക്കുണ്ടോ?